എല്ലാവർക്കും റെസിപ്പി വേഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സദ്യയ്ക്ക് വിളമ്പുന്ന പുളിശ്ശേരിയാണ്. നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി 1/4 കപ്പ് തൈര് ഒരു പാത്രത്തിലേക്ക് എടുക്കുക. അതിനുശേഷം അതൊരു സ്പൂൺ വെച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല കട്ടിയുള്ള തൈരാണെങ്കിൽ ഇതുപോലെ കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ഒരുപാട് ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയ രീതിക്ക് സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് വിട്ട് കിട്ടണം, അത്രേ ആവശ്യമുള്ളൂ. ഇതിൽ കാണുന്ന പോലെ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നല്ല രീതിയിലൊന്ന് ഇടഞ്ഞു മാറ്റിയ ശേഷം അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പുളിശ്ശേരിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളകൊക്കെ അവരവരുടെ എരിക്ക് അനുസരിച്ചെടുത്താൽ മതി. ഇത് തീരെ എരിവ് കുറഞ്ഞ പച്ചമുളകായതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം എടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാവുന്നതാണ്. പച്ചമുളക് ചെറുതായിട്ട് കീറി ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണവും 2 പീസ് വെളുത്തുള്ളിയും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു ചേർക്കാം. അതിനുശേഷം തിരുകിയ തേങ്ങ 1/2 കപ്പ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച ശേഷം നല്ല രീതിക്കൊന്ന് അരച്ചെടുക്കുക. ഇതേപോലെ നല്ല സ്മൂത്തായ ഒരു പേസ്റ്റായിട്ട് വേണം ഇത് നമുക്ക് അരച്ചെടുക്കേണ്ടത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായ ശേഷം അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 4-5 ഇതൾ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. അതിലേക്ക് 3 ചെറിയ ഉള്ളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് നല്ല ബ്രൗൺ നിറമാകും വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി മൂത്ത് കഴിയുമ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായം പൊടി കൂടി ചേർക്കും. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഈ കായം പൊടി ചേർക്കുമ്പോൾ നമ്മുടെ ഈ പുളിശ്ശേരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാനിത് ചേർക്കുന്നത്. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് കഴുകി ഇതിലേക്ക് ചേർക്കാം. ഇനി തീയെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം ഈ അരപ്പ് ഒരു 5 മുതൽ 6 മിനിറ്റ് വരെ നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. 5 മിനിറ്റിന് ശേഷം നമുക്ക് തീയെ വളരെ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ തൈര് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. തൈര് ചേർക്കുമ്പോൾ തീയെ വളരെ കുറച്ച് വേണം വയ്ക്കാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോകും. തൈര് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പുളിശ്ശേരി ചെറിയ തീയിൽ വെച്ച് തന്നെ ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി അതൊന്ന് ചൂടാക്കിയെടുക്കുക. ഇത് തിളയ്ക്കാൻ അനുവദിക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും. ഇത് നല്ല രീതിക്കൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ചൂടായി കഴിഞ്ഞ ശേഷം നമുക്കിത് ഫ്ലെയിമിൽ നിന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ സദ്യയ്ക്ക് വിളമ്പുന്ന പുളിശ്ശേരി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഈ പുളിശ്ശേരി നിങ്ങൾ ഫ്രിഡ്ജിനകത്ത് വെച്ചാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 5 മുതൽ 6 ദിവസം വരെയൊക്കെ ഇത് കേടുകൂടാതെ ഉപയോഗിക്കാൻ സാധിക്കും. ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ അടുത്തൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും വരും. എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.